എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ നവാസ്. മലപ്പുറം ജില്ലയിലാണ് എൻ്റെ വീട്. ഇപ്പോൾ ഗൾഫിലാണ്. ഒരു ഇറ്റാലിയൻ സെറാമിക് കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു. എനിക്കിപ്പോൾ 32 വയസ്സായി. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചിട്ടും നല്ലൊരു ജോലിയും ശമ്പളവും ആവാതെ ഞാൻ കെട്ടില്ലെന്ന് വാശി പിടിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ കുവൈറ്റിൽ പോയി എൻ്റെ ഒരു മാമയുടെ സഹായത്തോടെ കുറെ അലഞ്ഞു. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല ജോലി എനിക്ക് കിട്ടി. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഇന്ന് എനിക്ക് ശമ്പളമുണ്ട്. കൂടാതെ കമ്പനി വക ഫ്ലാറ്റ്, കാറ്, ഫുഡ്, ഹെൽത്ത് എല്ലാം ഫ്രീ. നാട്ടിൽ ഇപ്പോൾ എനിക്ക് നല്ല പേരാണ്. പണ്ട് കുറ്റം പറഞ്ഞ് നടന്നവർ പോലും ഇപ്പോൾ എന്നെ ഭയങ്കര ബഹുമാനമാണ്. പണത്തിന്റെ ഒരു പവർ നോക്കണേ. ഒരുപാട് കല്യാണാലോചനകൾ റെഡിയാവുന്നുണ്ട്. എൻ്റെ പെങ്ങള് നസീമയാണ് എനിക്ക് വേണ്ടി പെണ്ണ് നോക്കുന്ന ഡ്യൂട്ടി ഏറ്റെടുത്തത്. അങ്ങനെ അളിയന്റെ ഒരു പെങ്ങളുടെ മകളുടെ ഒരു ആലോചന വന്നിരുന്നു. പെണ്ണ് സൂപ്പറായിരുന്നു. എങ്കിലും എനിക്കെന്തോ കുടുംബത്തിൽ നിന്ന് വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ഒഴിവാക്കി. അങ്ങനെ ഞാൻ ലീവിന് നാട്ടിൽ വന്നു. പിന്നെ ഞാനും നസീമയും ഡെയിലി പെണ്ണ് കാണാൻ പോക്കായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇത്തായ്ക്ക് പിടിക്കില്ല. ഇത്ത പറയും ഓൾക്ക് മുടി കുറവാ, വെളുപ്പ് പോരാ, അങ്ങനെ പലതും പോരാ. എന്നോടെല്ലാം ഓപ്പണായി പറയും. അങ്ങനെ ഒടുവിൽ ഞാൻ ഇത്തയോട് പറഞ്ഞു, ഇത്തയ്ക്ക് ഇഷ്ടമുള്ള ഒരുത്തിയെ നോക്കിയെടുത്തു. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാം. എനിക്കൊരു കാര്യത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തയും ഉമ്മയും എനിക്ക് ലോക്കൽ പെണ്ണിനെ ഒന്നും എടുക്കില്ല. അത്യാവശ്യം നല്ല മൊഞ്ചത്തിയെ തന്നെ നോക്കിയെടുക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് വിട്ടു. ഒടുവിൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇത്ത എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു, നീ വൈകിട്ട് വീട്ടിലേക്ക് വാ. അളിയന്റെ ഒരു ഫ്രണ്ടിന്റെ ബന്ധത്തിൽ ഒരു പെണ്ണുണ്ടെന്ന്, നല്ല കുട്ടിയാണെന്നും പറഞ്ഞു. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അളിയൻ നാട്ടിലുണ്ടായിരുന്നത് കൊണ്ട് പുള്ളിയെ കൂട്ടാമെന്ന് ഞാനും കരുതി. അങ്ങനെ വൈകിട്ട് ഒരു 3 മണിയായപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി കാറും എടുത്ത് ഇത്താന്റെ വീട്ടിലേക്ക് പോയി. ഇത്തായുടെ വീട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെയായിരുന്നു. ഞാൻ കാർ അല്പം പതുക്കെ ഓടിച്ചു, കാരണം പുറത്ത് നല്ല മഴ. ഞാൻ വൈപ്പറൊക്കെ ഇട്ട് പതിയെ കാർ ഓടിച്ച് ഇത്താന്റെ വീടിന് വെളിയിലെത്തി. കാർ ഞാൻ പുറത്ത് നിർത്തി വേഗം പുറത്തിറങ്ങി. ഗേറ്റ് പകുതി തുറന്നകത്തേക്ക് ഓടി. ഞാൻ ഉമ്മറത്ത് കയറി കാളിംഗ് ബെല്ലടിച്ചു. ബെല്ല് കേൾക്കുന്നില്ല. മഴ കാരണം കറണ്ട് ഇല്ലായിരിക്കും. ഞാൻ വാതിൽ മുട്ടി. ഓ, രക്ഷയില്ല. ഞാൻ ഉറക്കെ നസീമാത്ത എന്ന് വിളിച്ചു. എന്നിട്ടും ആരും വാതിൽ തുറന്നില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, അളിയന്റെ കാർ അവിടെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ രണ്ടുപേരും പുറത്തു പോയി കാണും. ഞാൻ അല്പം നേരത്തെ ആയിരുന്നു. എന്നോട് 5 മണിക്ക് വരാനായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ സമയം 3:45 ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ചു നേരം ഉമ്മറത്ത് ചാരു ബസേരയിലിരുന്ന് മൊബൈലിൽ കളിച്ചു. പിന്നെ എനിക്കൊരു ഡൗട്ട്. മഴ കാരണം ഞാൻ വിളിച്ചത് ഇനി ഇത്ത കേൾക്കാഞ്ഞിട്ടാണോ? ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി. പതിയെ സൺഷെയ്ഡിനടിയിലൂടെ മഴ നനയാതെ പുറകുവശത്തേക്ക് പോയി. മഴ കോരിച്ചൊരിഞ്ഞു പെയ്യുന്നു. ഞാൻ വീടിന് സൈഡിലെത്തി. അപ്രതീക്ഷിതമായാണ് ഞാൻ വെറുതെ സൈഡിലുള്ള ബെഡ്റൂമിലേക്ക് ജനൽ വഴിയൊന്ന് നോക്കിയത്. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 5 മണിക്ക് വന്നാൽ മതിയായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോയി ടൈം നോക്കി അവർ. ഞാൻ നോക്കരുതായിരുന്നു. അങ്ങനെ ഞാൻ ആകെ ടെൻഷനായി വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിലെത്തി ഉമ്മറത്ത് ആകെ ടെൻഷനായി കയറിയിരുന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഗേറ്റിൽ ഒരു കാർ വന്ന് നിർത്തി. ഞാൻ നോക്കുമ്പോഴുണ്ട് എന്നെ ഒരു സൈക്കോട്ടിക് മോഡിലേക്ക് തള്ളിവിട്ട അളിയനും പിന്നെ കുട്ടികളും വീട്ടിലേക്ക് വരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അളിയൻ വന്ന് എന്നോട് ചോദിച്ചു, നീ വരുന്നില്ലേ, പോകണ്ടേ? ഞാനൊന്നും മിണ്ടാതെ നിന്നു. പിന്നെ ചോദിച്ചു, അളിയൻ വീട്ടിൽ നിന്നും വരികയാണോ? അളിയൻ പറഞ്ഞു, അല്ല, ഞാൻ കുട്ടികളെ സ്കൂളിൽ കൂട്ടാൻ പോയതായിരുന്നു. എന്തു പറ്റി? ഏയ്, ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. നമുക്കിന്ന് പോണോ അളിയാ? നാളെ പോയാ പോരെ? നാളെ പോകാനോ? നീ എന്തു മണ്ടത്തരമാണ് ഈ പറയുന്നത്? പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാം വിളിച്ചു പറഞ്ഞു പോയി. മാത്രമല്ല, നമ്മുടെ കൂടെ വരാൻ എൻ്റെ ഫ്രണ്ട് ആ ടോണിയും ഇപ്പോൾ വീട്ടിൽ വരും. അവന്റെ പരിചയത്തിലുള്ളതാണ് പെണ്ണ്. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. അപ്പോൾ അവിടെ കണ്ട ആള് ടോണി ആയിരുന്നു. എനിക്ക് മനസ്സിലായി, ഇത്രയും വൃത്തികെട്ടവളായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല.
എന്റെ പൊന്നു നവാസെ, നീ ഒന്ന് വേഗം വാ. അളിയൻ പറയുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നു. പിന്നെ ഞാൻ അളിയന്റെ കൂടെ വീട്ടിലേക്ക് പോയി. അളിയൻ കാറിൽ വെച്ച് പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ മനസ്സിൽ അതൊന്നും കയറുന്നില്ല. വീടെത്തിയപ്പോൾ കുട്ടികൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി. പോയി ഗേറ്റ് തുറന്നു. അളിയൻ കാർ അകത്തേക്ക് കയറ്റി. പെട്ടെന്ന് അളിയൻ എന്നോട് പറഞ്ഞു, ആ ടോണി നേരത്തെ എത്തിയോ? ഞാൻ ഉമ്മറത്തേക്ക് നോക്കി. അവിടെ സോഫയിൽ ടോണി ഇരിക്കുന്നു. ഒരു തനി അച്ചായൻ ലുക്ക് തന്നെ. കണ്ടാലേ അറിയാം നല്ല വേട്ടക്കാരനാണെന്ന്. ടോണിയുടെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ ഞാനതൊന്നും പുറത്ത് കാണിച്ചില്ല. കാറ് നിർത്തി ഞങ്ങൾ ഇറങ്ങി. അളിയൻ ടോണിയോട് ചോദിച്ചു, നീ നേരത്തെ ഇങ്ങ് എത്തിയോ? ഇതെന്താ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നത്? നസീമയെ കണ്ടില്ലേ? ടോണി പറഞ്ഞു, ഓ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നസീമ കുളിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. പക്ഷെ അളിയൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ? പാവം. അളിയൻ എന്നെയും ടോണിയും പരിചയപ്പെടുത്തി. ഞാൻ വിരോധമൊന്നും പുറത്ത് കാണിച്ചില്ല. ടോണി അളിയനോട് പറഞ്ഞു, നൗഷാദെ, ഇവന് പറ്റിയ പെണ്ണാ കേട്ടോ. ഇതെന്തായാലും നമുക്ക് റെഡിയാക്കാം. അളിയൻ ടോണിയോടൊക്കെ പറഞ്ഞു. പിന്നെ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ടോണി പതുക്കെ എന്നെ വിളിച്ച് എന്നിട്ട് മുറ്റത്തേക്ക് പോയി. ടോണി ഒരു സിഗരറ്റ് കത്തിച്ചു. എന്നോട് വേണമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ വേണ്ട. പിന്നെ ടോണി പറഞ്ഞു, ഈ കല്യാണം നടന്നാൽ നീ രക്ഷപ്പെട്ടു. പിന്നെ ടോണി അല്പം ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്, സൂപ്പർ പെണ്ണാ കേട്ടോടാ. കിട്ടിയാൽ നിന്റെ യോഗമാ. നല്ല ഒന്നാം തരം ഒരു മൊഞ്ചത്തി. വയസ്സ് 19 ഉള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 25 വയസ്സൊക്കെ തോന്നിക്കും. അതും പറഞ്ഞ് അയാൾ എന്നെ നോക്കി ചിരിച്ചു. പിന്നെ സാമ്പത്തികം അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് 32 വയസ്സായതൊന്നും അവർക്കൊരു കുഴപ്പവുമില്ല. ഈ ബന്ധം അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയുന്നതാണ്. നീ നൗഷാദിനോടും നസീമയോടും പറയണ്ട. ഇത് ഞാൻ നിനക്ക് സെറ്റാക്കി തരാം. ടോണിയെ നോക്കി ഞാൻ വെറുതെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് തലയാട്ടി. അപ്പോഴേക്കും അളിയനും നസീമത്തെയും ഡ്രസ്സ് മാറിയെത്തി. ഇത്തയെ കണ്ടപ്പോഴേ എനിക്ക് കലി കയറി. ടോണി കാറെടുത്ത് അളിയൻ ഫ്രണ്ടിൽ കയറി. ഇത്തായും ഞാനും പിന്നിലും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തയോട് എനിക്ക് ഇത്രയും ദേഷ്യം തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ടോണി റിയർവ്യൂ മീറ്ററിലൂടെ നോക്കി ഇത്തയുമായി കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇത്ത ഇങ്ങനെ ഒരുത്തിയായിരുന്നല്ലോ എന്നെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാർ കിലോമീറ്ററുകൾ താണ്ടി ഒരു റബ്ബർ എസ്റ്റേറ്റിലൂടെ കുറെ ഓടി. ഒടുവിൽ ഞങ്ങൾ ഒരു വീടിന് മുന്നിലെത്തി. അധികം വലിയ വീടൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് വീടിനകത്തു നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി വന്നു. ഞങ്ങളെ സ്വീകരിച്ച് അയാൾ ഞങ്ങളെ അകത്തേക്ക് വിളിച്ച്. ഞങ്ങൾ അകത്തേക്ക് കയറി. അയാൾ ഞങ്ങളെ ഗസ്റ്റ് റൂമിൽ ഇരുത്തി. ടോണി ഞങ്ങളെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പെണ്ണിന്റെ ബാപ്പയായിരുന്നു അത്. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. എനിക്കെല്ലാം കൊണ്ടും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് കർട്ടൻ മാറ്റി ട്രെയിൽ ചായയുമായി അവൾ ഞങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. ഞാൻ ആദ്യ നോട്ടത്തിൽ തന്നെ ശരിക്കും വീണു. സൂപ്പർ പെണ്ണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും മുടിയും കളറും അങ്ങനെ എല്ലാം ഒത്ത ഒരു 19കാരി. ടോണി എന്നെ കണ്ണു കാണിച്ചു എങ്ങനെയുണ്ടെന്ന്. എനിക്ക് അതുവരെ അവനോടുള്ള ദേഷ്യം അല്പം ഒന്ന് കുറഞ്ഞു. അല്ലെങ്കിൽ അവൻ എന്ത് വിളച്ചു? എന്റെ ഇത്ത കണ്ണു കാണിച്ചിട്ടല്ലേ അവൻ ചെന്നത്. ഞാൻ അവനോട് കൊള്ളാമെന്ന് തലയാട്ടി. പിന്നെ ഇത്തയും പറഞ്ഞു, സൂപ്പറാടാ, ഇവളെ വിടണ്ട. അവൾ എനിക്ക് ചായ തന്നു. ഭയങ്കര നാണക്കാരിയാണെന്ന് തോന്നി. അവൾ ഒരു സൈഡിലേക്ക് മാറി നിന്നു. ഒടുവിൽ ടോണി പറഞ്ഞു, എന്നാ നമുക്ക് പുറത്ത് നിൽക്കാം. അവർ അല്പം തനിച്ച് സംസാരിച്ചോട്ടെ. ടോണി ചെറ്റയാണെങ്കിലും ഈ വക കാര്യങ്ങളിലാണ് അവൻ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അവനോട് കണ്ണുകൊണ്ട് താങ്ക്സ് പറഞ്ഞു. അങ്ങനെ ടോണിയും ഇത്തയും അളിയനും കൂടെ പുറത്തേക്ക് പോയി. അങ്ങനെ ഇത്ത വാതിലങ്ങ് ചാരി. ചുമരിനോട് ചാരി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. അവൾ വല്ലാതെ പേടിച്ച് നിൽക്കുന്നത് പോലുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് തന്റെ പേര്? അവൾ താഴ്ന്ന ശബ്ദത്തിൽ നാണത്തോടെ പറഞ്ഞു, റീന. ഞാൻ പറഞ്ഞു, നല്ല പേര്, എനിക്കിഷ്ടമായി. പേര് മാത്രമല്ല തന്നെയും. തനിക്കോ? അവൾ തല താഴോട്ട് നോക്കി ഇഷ്ടമായി എന്ന് തലയാട്ടി. ഞാൻ അവളോട് ചോദിച്ചു, റീനയ്ക്ക് എന്നോടെന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടോ? അവൾ പറഞ്ഞു, ഇല്ല, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങള് ബാപ്പായിട്ട് സംസാരിച്ചു. റീന ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കണം, അതുകൊണ്ട് ചോദിക്കുക. എനിക്കിപ്പോൾ വയസ്സ് 32ആയി. തനിക്ക് 19. നമ്മൾ തമ്മിൽ 13 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. തനിക്കത് പ്രോബ്ലം വല്ലതും ഉണ്ടോ? റീന പറഞ്ഞു, വയസ്സിലൊക്കെ എന്തിരിക്കുന്നു ഇക്ക?
അത് കേട്ട് എനിക്ക് കൂടുതൽ ത്രില്ലായി. എന്നാ പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ അല്ലേ? റീന ഇല്ലെന്ന് തലയാട്ടി. പിന്നെ ഞാൻ ഡോറ് തുറന്നു പുറത്തേക്ക് വന്നു. പുറത്തെല്ലാവരും കൂടി റീനയുടെ ബാപ്പയുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഇത്ത പറഞ്ഞു, അവന് ലീവ് കുറവാണ്, കല്യാണം പെട്ടെന്ന് വേണം. റീനയുടെ ബാപ്പയ്ക്ക് അല്പം ഫിനാൻഷ്യൽ ട്രബിൾ ഉള്ളതുകൊണ്ട് അയാൾ അല്പം സമയം ചോദിക്കുകയാണ്. ഞാൻ ടോണിയെ കണ്ണുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞു. ടോണി പറഞ്ഞു, പണവും സ്വർണവും ഒന്നും അവന് വേണ്ട, അവൻ പെൺകുട്ടിയെ മാത്രം മതി. ഞാൻ റീനയെ ഒന്ന് നോക്കി. അവളുടെ മുഖം ചുവന്ന് തുടുത്തിരിക്കുന്നു. ഒടുവിൽ പ്രഷർ ചെലുത്തി കല്യാണം പെട്ടെന്നാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ടോണി ചോദിച്ചു, അല്ല, പെണ്ണിന്റെ ഉമ്മായെ കണ്ടില്ലല്ലോ, സജിതാമ്മായി എവിടെ? അവൾ ഇവിടെ ഉണ്ട് എന്ന് ബാപ്പ പറഞ്ഞു. പിന്നെ അമ്മായിയെ വിളിച്ചു. കർട്ടന് പിന്നിൽ നിന്നും സജിതാമ്മായി പുറത്തേക്ക് വന്നു. ഞാൻ ഒരു നിമിഷം കൺഫ്യൂഷൻ ആയിപ്പോയി. ഉമ്മായെ കെട്ടണോ അതോ മോളെ കെട്ടണോ? ടോണി എന്റെ ആ നോട്ടം കണ്ട് അടുത്തു വന്നു. പതിയെ എന്റെ ചെവിയിൽ പറഞ്ഞു, രാ, ആരെ കെട്ടിയാലും രണ്ടും നിനക്കുള്ളതാണ്. ഇതും പറഞ്ഞ് എന്നെ കളിയാക്കി. റീനയുടെ വാപ്പ പറഞ്ഞു, ഓൾ അല്പം നാണക്കാരിയ, അതാണ് പുറത്തേക്ക് ഒന്നും വരാഞ്ഞത്. എല്ലാവരും ചിരിച്ചു. പിന്നെ ഞങ്ങൾ യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നു. അങ്ങനെ കല്യാണമെല്ലാം വളരെ ആഡംബരപൂർവ്വം കഴിഞ്ഞു. ഫസ്റ്റ് ദിവസം തന്നെ വർക്ക് തുടങ്ങി. 2-3 ദിവസം റെസ്റ്റ് ഇല്ലാത്ത വർക്കായിരുന്നു. വർക്ക് എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. 3 ദിവസം കഴിഞ്ഞാണ് റീനയുടെ വീട്ടിലേക്ക് പോയത്. അവിടെ അമ്മായിയമ്മയും അമ്മായിപ്പനും നല്ല സ്വീകരണമായിരുന്നു നൽകിയത്. തരം കിട്ടുമ്പോഴൊക്കെ അമ്മായിയമ്മയോട് കളിതമാശകൾ പറയാനും ഞാൻ മറന്നില്ല. കാര്യം സ്വല്പം പ്രായമൊക്കെ ഉണ്ടെങ്കിലും അമ്മായിയമ്മയുടെ ആ സ്ട്രക്ചർ ആരെ ആകർഷിക്കുന്നത് തന്നെയായിരുന്നു. റീന പറഞ്ഞു, ഇക്ക 2-3 ദിവസം കഴിഞ്ഞ് പോയാൽ മതി നമുക്ക്. അത് പിന്നെ അങ്ങനെ ആണല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സംബന്ധ വീട്ടിലോട്ട് ചെന്ന് ഇറങ്ങി ഓടാനൊന്നും പറ്റില്ലല്ലോ. ഉള്ളിലെ ആ സന്തോഷം പുറമേ കാണിക്കാതെ ഞാനൊന്ന് മൂളി. ഇതിനുള്ളിൽ അമ്മായിയമ്മയെ പറ്റുമെങ്കിലൊന്ന് വളയ്ക്കണം, ഞാൻ മനസ്സിൽ കരുതി. പിറ്റേന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞാനും റീനയും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മ അടുക്കളയിൽ പാത്രം കഴുകലും മറ്റുമായി നിൽക്കുന്നു. അമ്മായിപ്പനാകട്ടെ രാവിലെ തന്നെ എന്തോ കാര്യത്തിന് വേണ്ടി തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ റീന പറഞ്ഞു, ഇക്കാ, എനിക്ക് ഉറക്കം വരുന്നു, ഞാനെന്ന് പോയി കിടക്കട്ടെ. അവൾ എന്നും പറഞ്ഞ് എണീറ്റ് പോയി. അപ്പോഴാണ് അമ്മായിയമ്മ അങ്ങോട്ട് കടന്നു വന്നത്. മോൻ ഒറ്റയ്ക്കേ ഉള്ളോടാ, അവളെന്തിയേ, ഉറങ്ങാൻ പോയോ? അവൾക്ക് എന്നും ഉള്ളതാ ഈ ഉച്ചയുറക്കം, അതൊരു ശീലമാ. ഞാനൊന്നും മിണ്ടിയില്ല, ഒന്ന് ചിരിച്ചു. ആ, മോൻ വിഷമിക്കണ്ട, മോന് ഞാൻ കൂട്ടിരിക്കാം. ഇതും പറഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്നു. എനിക്കാണെങ്കിൽ ആകെ ഒരു ചമ്മലും. പിന്നെ അമ്മായിയമ്മ അടുത്ത് വന്നിരുന്നപ്പോൾ ഒരു തരിപ്പും. ഞാൻ അനങ്ങാതെ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് TV-യിൽ കണ്ടുകൊണ്ടിരുന്ന സിനിമയില് ഒരു അശ്ലീല രംഗം. ഇതും കൂടി ആയപ്പോൾ ഞാൻ ആകെ വിയർത്തു. ഞാൻ ഉള്ളി കണ്ടിട്ട് അമ്മായിയമ്മയെ ഒന്ന് നോക്കി. അവരാണെങ്കിൽ നല്ല ആകാംക്ഷയോടുകൂടി TV-യിൽ നോക്കി ഇരിപ്പാണ്. ഇത് നല്ലൊരു ചാൻസ് ആണ് എന്ന് കരുതി ഞാൻ അവരെ ഒന്ന് നോക്കി ചിരിച്ചു. അവരും എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ അവരുടെ ആ ചുമന്നു തൊടുത്ത ആ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ ഒന്നും കൂടി എന്നെ ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റ് അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ഞാനാണെങ്കിൽ ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലെ അവരെയും നോക്കി അവിടെ തന്നെ ഇരുന്നു. എന്റെ മുഖത്ത് ഒരു പരാജിതന്റെ ഭാവമായിരുന്നു അപ്പോൾ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അടുക്കളവാതിക്കൽ എത്തിയ അമ്മായിയമ്മ അവിടെ നിന്ന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു ചെറു പുഞ്ചിരിയോടെ ചുണ്ട് കടിച്ചുകൊണ്ട് എന്റെ നേരെ തലയാട്ടി. അത് കണ്ടതും പരിസരം മറന്നുപോലും ഒന്ന് തുള്ളിച്ചാടണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ സന്തോഷം കണ്ട് മതിമറന്നുപോയ നിമിഷം. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നേരെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു.